തൂക്കി തൂക്കി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക്സ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് രാവിലെ തെങ്കാശി വരെ പോയാലോ എന്നൊരു പ്ലാൻ. പിന്നൊന്നും നോക്കിയില്ല, ചോറും പൊതിയും ഒക്കെ കെട്ടി ഇറങ്ങിയപ്പം ഒരു സമയമായി. ഹേയ് ഗൈസ്, ആമറാണ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയൊക്കെ ആയപ്പം വിശപ്പ് കൂടിയതോടെ തെമ്മല എക്കോ ടൂറിസ്റ്റ് ഓഫീസിന്റെ തൊട്ടുപുറകിലുള്ള ബട്ടർഫ്ലൈ പാർക്കിന്റെ ഹട്ടിലോട്ട് കയറി. രാവിലെ ഉണ്ടാക്കിയ കുക്കർ മന്തിയും പോരാനിട്ട് പൊതിച്ചോറുണ്ടായിരുന്നു. ഇനി കൊണ്ടുപോയി കഴിച്ചോണ്ടാണെന്ന് അറിയില്ല, മന്തിക്കാണെങ്കിൽ ഒടുക്കത്ത് രുചി. എന്തൊക്കെ പറഞ്ഞാലും സംഭവം പൊതിച്ചോറ് കൊണ്ടുപോയി. ആ വാഴയില തുറക്കുമ്പോ ഒരു കിടിലും മണം വരും. ആ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഉണക്കമീനും അച്ചാറൊക്കെ കൂടി കഴിച്ചാലുണ്ടല്ലോ. അങ്ങനെ തിരുനെൽവേലി അലുവ കഴിക്കാൻ വേണ്ടി മാത്രം തെങ്കാശി കോവിലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ റോഡിലേക്ക് കയറി. ഇവിടെ വന്നാൽ ഒരിക്കലും മിസ്സാക്കരുതാത്ത ഒരു സാധനമാണിത്. നല്ല ചൂടലുവ വാഴയിലയിൽ പൊതിഞ്ഞിങ്ങി തരും. അപ്പം നെക്സ്റ്റ് സ്പോട്ട് ബോർഡർ ചിക്കൻ. 1970 തുടങ്ങിയ റഹ്മത്ത് എന്ന പൊറോട്ട സ്റ്റാൾ ഇപ്പോൾ ബോർഡർ ചിക്കൻ എന്നാണ് അറിയപ്പെടുന്നത്. പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം 2-3 കൗണ്ടർ തന്നെ ഉണ്ട്. ഇവിടെ എപ്പോ വന്നാലും ഇങ്ങനെയാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അകത്തോട്ട് പോ. കുറ്റാലത്ത് നിന്ന് കുളി കഴിഞ്ഞു വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ കയറുന്നത് പതിവാണ്. ഇതാണ് സെങ്കോട്ടെ സ്പെഷ്യൽ പിച്ചിപ്പോട്ടക്കോളി. ഈ കോയിൻ പൊറോട്ടയാണ് ഇവിടുത്തെ താരം. ആ സോഫ്റ്റ് പൊറോട്ടയുടെ മുകളില് സാലനം കൂടെ ഒഴിക്കുമ്പോൾ കുതിർന്ന് നല്ല സെറ്റ് ആവും. ഇതാണ് നാട്ടുകോളി, നമ്മുടെ നാട്ടിലെ നാടൻ കോഴി. പക്ഷെ ചിക്കൻ വലിയ ഹാർഡൊന്നുമില്ല, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ആ സാലനെ മുങ്ങി കിടക്കുന്ന പൊറോട്ടയും ചിക്കനും കൂടെ കഴിച്ചപ്പം കീഴിലും കോമ്പോ. അവസാനം നല്ല കുരുമുളകൊക്കെ ഇട്ട് ഓംലേറ്റിന്റെ കൂടെ പൊറോട്ട കൂട്ടിങ് പിടിച്ചു. മറക്കണ്ട, ചെങ്കോട്ടയിലുള്ള ബോർഡർ ചിക്കൻ അല്ലെങ്കിൽ റഹ്മത്ത് ഹോട്ടൽ. അപ്പം നെക്സ്റ്റ് അപ്ലോഡിംഗ്. സീ യു സൂൺ. ആമിർ സൈനിങ് ഓഫ്.